ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സിവിൽ 3D ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ മറ്റൊരു വീഡിയോ ആണ്. ഇതിലൂടെ ഞാൻ പറയുന്നത് അലൈൻമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അലൈൻമെൻറ്റ് എത്ര തരമുണ്ട്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കാരണം അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കോറിഡോർ ചെയ്യുന്നത്. കോറിഡോർ എന്ന് പറഞ്ഞാൽ റോഡ്. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേഡിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സർഫസിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് റോഡിലേക്കോ എങ്ങോട്ടെങ്കിലും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രേഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ അലൈൻമെൻറ്റിലേക്ക് പോകാം. അലൈൻമെൻറ്റിൽ പോകാനായിട്ട് ഹോം ടാബിനകത്ത് അലൈൻമെൻറ്റ് എന്നുള്ളൊരു പാനലുണ്ട്. ക്രിയേറ്റ് ഡിസൈനകത്ത് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ടൂള്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻ ടൂൾസ്. അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂൾ, അതായത് ഒരു അലൈൻമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ മൊത്തമാണ് അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂൾ. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു സർഫസാണ്, അതിലേക്കൊരു പ്ലെയിൻ സർഫസ്, ഒരു ഗ്രേഡിങ് സർഫസിലേക്ക് നമ്മളൊരു അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം അതിനുവേണ്ടി നമുക്ക് അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂള് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് ബെസ്റ്റ് ഫിറ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ അലൈൻമെൻറ്റ് പോകുന്ന റൂട്ടിൽ കുറേ കോഗോ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഓട്ടോകോഡ് പോയിൻറ്റ്സ് ലെവൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ആവറേജ് എടുത്തിട്ട് വേണം നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാൻ. അതെന്ന് വെച്ചാൽ നമുക്കൊരു കുറച്ച് പോർഷൻ നമുക്ക് പോയിൻ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള ആ എലിവേഷൻ കൂടെ വേണം നമുക്ക് അലൈൻമെൻറ്റ് പോകാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് ബെസ്റ്റ് ഫിറ്റ് അലൈൻമെൻറ്റ്. അപ്പം ബെസ്റ്റ് ഫിറ്റ് അലൈൻമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് റെയർ കേസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം ഒബ്ജക്റ്റ്. അതായത് നമ്മളിവിടെ ഒരു പോളി ലൈൻ വരച്ചിട്ട് പോളി ലൈനോ ഉണ്ടാക്കിയിട്ട് ആ ലൈനിൽ കൂടെ നമ്മൾ അലൈൻമെൻറ്റ് പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാണ്, ഈ രീതിയാണ് നമ്മൾ എപ്പോഴും യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന രീതി. കാരണം ഇതിനകത്തൂടെ വെക്കുമ്പോൾ നമുക്ക് റേഡിയസും അതിൻ്റെ ലെവലും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് ഓരോ തവണയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇപ്പം ലെവൽ അറിയത്തില്ലെങ്കിൽ നമുക്കിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ക്വിക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കാം വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ പ്രൊഫൈൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ അലൈൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം ഒബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂളിൽ കൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലൈൻമെൻറ്റിൻ്റെ ഒരു പേര് ചോദിക്കും, പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ ബൈ ഡിഫോൾട്ടായിട്ട് അലൈൻമെൻറ്റ് നെക്സ്റ്റ് കൗണ്ടർ, അതായത് 1 2 3 എന്നുള്ള കൗണ്ടർ വരും. അപ്പോൾ അതങ്ങനെ ചൂസ് ചെയ്ത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈൻ അലൈൻമെൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് അലൈൻമെൻറ്റ്, കാർബ് റിട്ടേൺ അലൈൻമെൻറ്റ്, റെയില്, മിസ്ലേനിയസ്, അങ്ങനെ കുറേ രീതിയിലുള്ള ടിപ്പിക്കലായിട്ടുള്ള അലൈൻമെൻറ്റ് ടൈപ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ യൂഷ്വലി എപ്പോഴും ഉപയോഗിക്കുന്നത് സെൻട്രൽ ലൈൻ അലൈൻമെൻ്റ് ആണ്. കാരണം ഒരു കോറിഡോർ ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ അലൈൻമെൻ്റ് ആണ് നമുക്ക് എപ്പോഴും ആവശ്യം. പിന്നെ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ, അത് വേണമെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി. ഈ അലൈൻമെൻറ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേഷനൊക്കെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഇത് തന്നെ ചൂസ് ചെയ്യും. ഇത് നമുക്കിപ്പം 0 0 അല്ല, നമ്മളിപ്പോൾ ഒരു ചെയിനേജിൻ്റെ ഒരു മിഡിൽ നിന്നൊക്കെയാണ്, സ്റ്റാർട്ടിങ്ങിന് അല്ല നമ്മൾ അലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ചേഞ്ച് ചെയ്തേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇത് സൈറ്റാണ്. ഞാൻ മുമ്പേ ഒരു ചെറിയ രീതിയിൽ സൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സൈറ്റ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പം ഒരു റഫായിട്ട് പറയാം. നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റിനകത്ത് പല സൈറ്റുകൾ നമ്മളുണ്ടാവും. ഒന്ന് കമ്പി കെട്ടുന്ന സൈറ്റ്, അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സൈറ്റ്, അങ്ങനെ. അതുപോലെ ഓട്ടോകാഡിനകത്തും നമുക്ക് സൈറ്റുകളുണ്ട്. അപ്പം ഒരു സൈറ്റിനകത്താണ് നമ്മുടെ ഈ എന്താ പറയുക ഗ്രേഡിങ്, അലൈൻമെൻറ്റ്, ഫീച്ചർ ലൈന്, അതുപോലെ തന്നെ പാഴ്സൽ എല്ലാം വരുന്നത്. പക്ഷേ നമുക്ക് ഈ അലൈൻമെൻറ്റും ഫീച്ചർ ലൈനും സൈറ്റിലല്ലാണ്ട് നമുക്ക് വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ സൈറ്റ് 1 എന്നുള്ളത് നമ്മൾ ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ സൈറ്റ് 1 എന്നുള്ളതിനകത്ത് അലൈൻമെൻറ്റ് ഉണ്ട്, ഫീച്ചർ ലൈനും ഉണ്ട്. പക്ഷേ നമുക്കിവിടെ പുറത്തും ഫീച്ചർ ലൈനും ഉണ്ട്, അലൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വേണമെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സൈറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നണ്ണ് കൊടുക്കാം. നമുക്കിപ്പോൾ നണ്ണ് കൊടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് നമുക്ക് ഈ സൈറ്റിലേക്ക് മൂവ് ചെയ്യണം ഈ അലൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈറ്റ് 1ലേക്ക് മൂവ് ചെയ്യാം. അപ്പം ഞാൻ നണ്ണ് കൊടുക്കുകയാണ്. പിന്നെ അലൈൻമെൻറ്റ് സ്റ്റൈല് ഞാൻ പ്രൊപ്പോസ്ഡ് തന്നെ ചൂസ് ചെയ്യാണ്. ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ലെയർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ ലെയർ കൊടുക്കാം. സിവിൽ 3D തന്നെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ലെയേഴ്സാണിത്. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് സിവിൽ 3D ക്യാച്ച് ചെയ്യും.
അലൈൻമെൻറ്റ് ലേബൽ സെറ്റ് ഓൾ ലേബിൾസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ അലൈൻമെൻറ്റിൻ്റെ സ്റ്റേഷന് ചെയിനേജ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്ന രീതിക്കാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം, കോപ്പി ചെയ്യാം, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊരു അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഈ ടൂൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂള്. അതിൽ അലൈൻമെൻറ്റ് 2 എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് കൗണ്ടർ നേരത്തെ ഏതോ അലൈൻമെൻറ്റ് ചെയ്തപ്പോൾ പോയതുകൊണ്ട് അലൈൻമെൻറ്റ് 2 എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടൂള്. ഈ ടൂളിൽ പോയിട്ട് ടാൻജൻറ്റ് നോ കർവ്, അതായത് ഒരു വെർട്ടിക്സിൽ നിന്ന് അടുത്ത വെർട്ടിക്സ്, പിന്നെ അടുത്ത വെർട്ടിക്സ്, പിന്നെ അടുത്ത വെർട്ടിക്സ്, അങ്ങനെ പോകുന്നതിനാണ് ടാൻജൻറ്റ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ വെർട്ടിക്സ് ടു ഈ വെർട്ടിക്സ് ഒരു കർവ് ഉണ്ടാവില്ല. ആ കർവ് വേണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് കൊടുക്കേണ്ടി വരും, ഓപ്ഷൻ ചൂസ് ചെയ്താൽ. പക്ഷേ ടാൻജൻറ്റ് ടു ടാൻജൻറ്റ് വിത്ത് കർവ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്സ് ആണ്, ഇവിടെ ഒരു വെർട്ടിക്സ്. അപ്പോൾ ഈ 3 വെർട്ടിക്സിൻ്റെ അടുത്ത് ഇവിടെ ഒരു ബെൻഡല്ലേ, അപ്പോൾ ആ ബെൻഡിൽ നമുക്ക് കർവ് കൊടുക്കാൻ പറ്റും, ബൈ ഡിഫോൾട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ അതാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് PI പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് ആഡ് ചെയ്യാനും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ്. ഇത് നമ്മുടെ ലൈനാണ്, ഇത് നമ്മുടെ കർവാണ്, ഇത് ഓരോരോ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ, ബൈ ഡിഫോൾട്ടായിട്ട് അലൈൻമെൻറ്റ് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അലൈൻമെൻറ്റ് ഇങ്ങനെ അങ്ങ് പോയി ഇവിടെ അവസാനിക്കുന്ന രീതിയിൽ ഞാൻ അലൈൻമെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഫുൾ ലേബൽ സെറ്റാണ്, അതായത് ചെയിനേജ് 0 to 20, 40, 60 അങ്ങനെ, അതുപോലെ തന്നെ സ്റ്റേഷൻ പോയിൻറ്റ്സ്, കർവ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കർവാണ്. ഈ കർവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കർവ് ഡിഫോൾട്ടായിട്ട് 200 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കർവ് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ കർവ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള അടുത്ത വീഡിയോ ഞാൻ കാണിക്കും. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നില്ല കഴിഞ്ഞ് വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് അലൈൻമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അലൈൻമെൻറ്റിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ അലൈൻമെൻറ്റ് പോയേക്കുന്ന റോഡ് ഒന്നെങ്കിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ വെർട്ടിക്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് ക്ലിയർ ചെയ്യണം. ഇപ്പം ഇൻ കേസ് ഈ പാത്ത് വേ അല്ല നമുക്ക് സ്യൂട്ടബിൾ, നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമുക്കിങ്ങനെ ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കണം. ഡ്രാഗ് ചെയ്താലേ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ അലൈൻമെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അതേസമയം നമ്മളൊരു പോളിലൈൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോളിലൈൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ പോളിലൈനിന് ഒരു റേഡിയസ് കൊടുത്തു. നമ്മുടെ റേഡിയസ് നമുക്ക് ഓരോ റൂട്ടിനും ഓരോ പർട്ടിക്കുലറായിട്ട് റേഡിയസ് ഉണ്ടായിരിക്കും. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ടൈപ്പിൽ നമ്മൾ ഒരു ഹൈവേക്കൊക്കെ 200 മീറ്റർ റേഡിയസാണ് കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലോക്കൽ റോഡൊക്കെ ആണെങ്കിൽ ഒരു 100 മീറ്റർ, 150 മീറ്റർ, അങ്ങനെ ഓരോ പർട്ടിക്കുലർ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് റേഡിയസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിന് ഒരു 100 മീറ്റർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫില്ലറ്റ് കൊടുത്തു, റേഡിയസ് ഈ ഒരു 100 മീറ്ററിന് സെറ്റ് ചെയ്തു. എന്നിട്ട് ആ പോളി ലൈൻ സെലക്ട് ചെയ്യാണ്, P കൊടുത്ത് പോളി ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ആ പോളി ലൈനിൻ്റെ എൻഡ് ടു എൻഡ് പോയിൻ്റ് എല്ലാം കർവ് വെർട്ടിക്സ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കർവിലേക്ക് മാറി. ആ കർവെല്ലാം 100 മീറ്റർ റേഡിയസിലേക്ക് മാറി. ഇനി ഇതിനെ നമുക്ക് അലൈൻമെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അലൈൻമെൻറ്റിനകത്ത് പോവാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം ഒബ്ജക്റ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കുന്നു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറയാം. അതായത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈ ഡിഫോൾട്ടായിട്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തുകൊണ്ട് സിവിൽ 3D എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അതിനാണ് ഈ ഡയറക്ഷൻ ആരോ കൊടുത്തിരിക്കുന്നത്. ഈ ഡയറക്ഷൻ ആരോ നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ വരണം. അപ്പോൾ വേണമെങ്കിൽ റിവേഴ്സ് എന്ന് കൊടുത്താൽ അത് റിവേഴ്സ് ആവും. ഇതാണ് നമ്മുടെ ഡയലോഗ് ബോക്സ്, അലൈൻമെൻറ്റ് ക്രിയേറ്റ് ഫ്രം ഒബ്ജക്റ്റ് എന്നുള്ളത്. ഇതിനകത്ത് സെൻട്രൽ ലൈനാണ്, അലൈൻമെൻറ്റ് നെയിം കൊടുക്കണം. പിന്നെ ഇത് സൈറ്റ് നണ്ണ്, പ്രൊപ്പോസ്ഡ്, ഇതെല്ലാം ഞാൻ കാണിച്ചിരുന്നില്ലേ. ഇപ്പോൾ ലേബൽ സെറ്റ് നോ ലേബൽ സെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഓൾ ലേബൽസ് എന്ന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഡിഫോൾട്ട് റേഡിയസ് 200 ആണ് കിടക്കുന്നത്. ആഡ് കർവ്സ് ബിറ്റ്വീൻ ടാൻജൻറ്റ്സ് അത് നമ്മൾ ടിക്ക് ചെയ്തിരിക്കണം. അപ്പോൾ റേഡിയസ് 200 കിടന്നാലും നമ്മളിവിടെ 100 കൊടുത്തേക്കുന്നതുകൊണ്ട് 100 വരത്തുള്ളൂ.
മനസ്സിലായി. ഞാനിവിടെ 200 തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിവിടെ 100 ഓൾറെഡി കൊടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് 100 വരത്തുള്ളൂ. പിന്നെ എറൈസ് എക്സിസ്റ്റിംഗ് എൻറ്റിറ്റി, അതായത് ഈ പോൾ ലൈൻ എറൈസ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാൻ തൽക്കാലം അത് നോ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ, നമ്മൾ എവിടെ പോൾ ലൈൻ ക്രിയേറ്റ് ചെയ്തോ ആ പോൾ ലൈൻ്റെ മേളിൽ കൂടെയാണ് നമ്മുടെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് റേഡിയസ് നമുക്ക് വേണമെങ്കിൽ ജിയോമെട്രിയിൽ പോയാൽ നമുക്ക് ചെക്ക് ചെയ്യാം. കേട്ടോ, 100 100 100 ഇതാണ് റേഡിയസ്. ഇതിപ്പം ലൈൻ കർവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അലൈൻമെൻറ്റിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ചെറിയ ചെറിയ ബിറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും വീഡിയോയ്ക്ക്. ഇപ്പം നമുക്ക് അലൈൻമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം കോറിഡോർ. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കോറിഡോർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ കോറിഡോറിൻ്റെ എന്താ പറയുക, ക്രൗണിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജിൽ നിന്നോ നമുക്കൊരു അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടൂൾ വഴി അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അത് റെയർ കേസാണ്. പിന്നെ നെറ്റ്വർക്ക് പാത്ത്, പൈപ്പ് നെറ്റ്വർക്കിനാണ്. അതായത് ക്രിയേറ്റ് അലൈൻമെൻറ്റ് ഫ്രം പൈപ്പ് നെറ്റ്വർക്ക്, ക്രിയേറ്റ് അലൈൻമെൻറ്റ് പ്രഷർ നെറ്റ്വർക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പൈപ്പ് നെറ്റ്വർക്ക് ചെയ്ത് അതിന് ശേഷം അതിനകത്തു നിന്നാണ് നമ്മൾ ഈ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഇതൊക്കെ റെയർ കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഓഫ്സെറ്റ് അലൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു അലൈൻമെൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ആ അലൈൻമെൻറ്റിൻ്റെ ഒന്നെങ്കിൽ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ നമുക്കൊരു അലൈൻമെൻറ്റും കൂടെ വേണം. കാരണം ഒരു ഹൈവേ പോകുമ്പോൾ അതിന് സർവീസ് റോഡ് ആയിട്ട് ഒരു റോഡും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് അലൈൻമെൻറ്റിൻ്റെ ഓഫ്സെറ്റ് എടുത്ത് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓഫ്സെറ്റ് അലൈൻമെൻറ്റ്. ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ 2 രീതിയിലാണ് നമ്മൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂഷ്വലി. അപ്പം ഈ 2 രീതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് ഹോം പേജിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.